തെരേസ കിച്ചൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ അടുത്ത് വരല്ലേ, ഓണത്തിന് വേണ്ട വിഭവങ്ങളൊക്കെ തയ്യാറാക്കി തുടങ്ങി എല്ലാവരും. അപ്പം ഞാനിവിടെ ഓണത്തിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഓലൻ. അപ്പം ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ഓരോ ഏരിയയിലും ഓരോ രീതിയിലുള്ള ഓല ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കണം. അപ്പം ഞാൻ പണ്ടൊക്കെ ഞങ്ങൾ കുമ്പളങ്ങയും പയറും മാത്രമേ വയ്ക്കുള്ളൂ. ഇപ്പോൾ പലരും കഷ്ണങ്ങളൊക്കെ ഇട്ട് തുടങ്ങി. അപ്പം ഞാനും ഒരു ക്യാരറ്റ് എരിഞ്ഞിട്ടുണ്ട്, പിന്നെ കുമ്പളങ്ങ, പിന്നെ പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വെന്തിട്ടുണ്ട്, എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് കൂട്ടി യോജിപ്പിക്കാം. എളുപ്പമാണ് അത് ഉണ്ടാക്കാനായിട്ട്. ഇനി എല്ലാം വെന്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുക. അപ്പം ഞാനിത് വേവിക്കണതിൽ 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്, സാധാരണ നമ്മൾ വേവിക്കണ പോലെ. വേറെ മുളക് അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി ചെറുതായിട്ടൊന്ന് തള വരാം. 2 ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട്. തിളച്ച് തുടങ്ങി. ഇനി ഞാനിതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് കീറിയിട്ടുണ്ട്, 2 തണ്ട് വേപ്പിൻ്റെ ഇല ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മുഴുവനാവുള്ളൂ. ഓലൻ തയ്യാറായി കഴിഞ്ഞ് ഞാൻ ബൗളിക്ക് പകർത്താട്ടോ. അങ്ങനെ നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇല്ല ഞാൻ ചെയ്യണ പോലെയാണോ മറ്റുള്ളവർ ഓലൻ വെക്കണമെന്ന് അറിയണ്ടേ? അപ്പോൾ അതിൻ്റെ കമൻ്റൊക്കെ ഇടണം, എനിക്ക് ലൈക്ക് തരണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊക്കെ ചെയ്ത് തരണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.